ഈ ന്യൂസ് ചാനലിലോ അല്ലെങ്കിൽ സൗദി ഗവൺമെന്റ് ഒന്നും തന്നെ ഈ വാർത്ത വെളിയിൽ വിടുന്നില്ല. പകുതി വാർത്ത ഇവന്മാർ മുക്കുകയാണ്. ബിസിനസ് സാമ്രാജ്യങ്ങൾ മുഴുവൻ നശിക്കുമോ എന്നൊരു പേടിയാണ് ഈ സൗദി ഗവൺമെന്റ് ഈ വാർത്തകളൊന്നും വെളിയിൽ വിടാത്തത്. ഇതിന്റെ എനിക്ക് ഇറാന്റെ യുദ്ധം ഷാർജ വരെ എത്തി നിൽക്കുകയാണ്. പക്ഷേ ദുബായ് ഗവൺമെന്റ് ഈ വക കാര്യങ്ങളെല്ലാം നമ്മളിൽ നിന്നും ഒളിപ്പിച്ചു വെക്കുകയാണ്. എൻ്റെ ഉറ്റ സുഹൃത്തുക്കൾ ദുബായ് ഷാർജയിലുണ്ട്. അപ്പോൾ ഇവർ തന്ന വിവരങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ പറയാൻ പോകുന്നത്. രാത്രിയാണെങ്കിലും പകലാണെങ്കിലും പേടിച്ചിട്ട് ഒരു മനുഷ്യന് പോലും കിടന്നുറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് ഈ ഷാർജ പോലുള്ള സ്ഥലങ്ങളിൽ. ഈ ദുബായ് ഗവൺമെന്റ് ഇതിനെതിരെ ഒരു ചുക്കും ചെയ്യുന്നില്ലെന്നാണ് അവർ പറയുന്നത്. കാരണം മിസൈല് നമ്മൾ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തലയ്ക്ക് മേളിൽ കൂടെയൊക്കെ മിസൈൽ പോവുകയാണ്. അവിടെ ഒരു സ്ഫോടന ശബ്ദം, ഇവിടെ ഒരു സ്ഫോടന ശബ്ദം എല്ലാം കേൾക്കുകയാണ്. ആ ഒരു പ്രദേശത്തുള്ള ഇന്റർനെറ്റ് കണക്ഷൻ ഉൾപ്പെടെ വിച്ഛേദിക്കപ്പെടുകയാണ്. പക്ഷേ ദുബായ് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള സപ്പോർട്ടുകളും ഇവർക്ക് കിട്ടുന്നില്ലെന്നാണ് പറയുന്നത്. ഈ ഒരു പ്രദേശത്ത് ഈ ആക്രമണം നടക്കാൻ സാധ്യതയുള്ള ഒരു പ്രദേശം മുൻകൂട്ടി ദുബായ് ഗവൺമെന്റിന് അറിയാഞ്ഞിട്ട് പോലും ഇവിടെ വന്ന് റെസ്ക്യൂ നടത്താനോ ഇവിടെയുള്ള ആളുകളെ മാറ്റി പാർപ്പിക്കുവാനോ ഇവരാരും ഒന്നും ചെയ്യുന്നില്ലെന്നാണ് പറയുന്നത്. ഈ ഇറാന്റെ മുഖ്യ ശത്രുവായ അമേരിക്കയെ പിന്താങ്ങുന്നു എന്ന് പറഞ്ഞാണ് ദുബായ് രാജ്യങ്ങളെ വലിയ അക്രമത്തിന് ഇരയാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് വേറൊരു വാർത്ത വരുന്നത് അമേരിക്കൻ സൈനികർ ദുബായ് പോലുള്ള രാജ്യത്ത് വരികയും അവിടുത്തെ ഒരു ഹോട്ടൽ മുറിയിൽ റൂം എടുക്കുകയും ചെയ്തു എന്ന പേരിലാണ് ഈ ഹോട്ടൽ റൂമുകളും മറ്റ് റിസോർട്ടുകളും മറ്റ് അനുബന്ധ സ്ഥാപനങ്ങളും എല്ലാം ഇവർ മിസൈലിട്ട് തകർത്തത്. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് ജീവൻ പൊലിയുന്നത് ഒരുപാട് നിരപരാധികളായിട്ടുള്ള ജനങ്ങളുടെയാണ്. ഈ സൗദി ഗവൺമെന്റ് ഇതിനൊന്നും ഒരു ഉത്തരവും പറയുന്നില്ല, ഒരു ഉത്തരവാദിത്വം കാണിക്കുന്നില്ല. ഇവര് വീണ്ടും തിരിച്ചടിക്കാൻ ഒരുങ്ങുകയാണ്. ഒരു ജീവൻ പോയി എന്നിട്ട് വേറൊരു ജീവൻ പോകുമെന്ന് ഇവർക്കറിയാം. പക്ഷെ ഇവർ ഈ ജീവനെ റെസ്ക്യൂ ചെയ്യാനോ ഇവിടെ അപകടമുണ്ട് നിങ്ങൾ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് മാറി താമസിച്ചോ എന്ന് പറയാനൊന്നും ഈ സൗദി ഗവൺമെന്റ് ആർക്കും ഒരു സഹായവും ചെയ്യുന്നില്ല. അപ്പോൾ ഈ സഹായങ്ങൾ നമ്മളെല്ലാം തന്നെ സ്വയമേ അങ്ങ് ഏറ്റെടുത്തങ്ങ് ചെയ്യുക. ഒരുപാട് ഉയരം കൂടിയ ഫ്ളാറ്റുകളിൽ താമസിക്കാതിരിക്കുക. ഉയരം കുറഞ്ഞതും നിലത്തിനോട് ചേർന്നുമായിട്ടുള്ള പ്രദേശത്തുള്ള ബിൽഡിങ്ങുകളിൽ താമസിക്കാൻ ശ്രമിക്കുക. ഈ തൊട്ട് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപെയാണ് ഷാർജ എന്ന പ്രദേശത്ത് ഈ മിസൈൽ ആക്രമണം പുറപ്പെടുവിച്ചത്. ഒരുപാട് മലയാളികൾ താമസിക്കുന്ന സ്ഥലമാണ് ഷാർജ. പക്ഷേ ഈ ന്യൂസ് ചാനലിലോ അല്ലെങ്കിൽ സൗദി ഗവൺമെന്റ് ഒന്നും തന്നെ ഈ വാർത്ത വെളിയിൽ വിടുന്നില്ല. പകുതി വാർത്ത ഇവന്മാർ മുക്കുകയാണ്. കാരണം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി ഇവിടുത്തെ ബിസിനസ് സാമ്രാജ്യങ്ങൾ മുഴുവൻ നശിക്കുമോ എന്നൊരു പേടിയാണ് ഈ സൗദി ഗവൺമെന്റ് ഈ വാർത്തകളൊന്നും വെളിയിൽ വിടാത്തത്. എനിക്ക് തോന്നുന്നു ഈ കാൽഭാഗം വലിയ സ്ഥാപനങ്ങളൊന്നും ഇപ്പോൾ ഇല്ല, അതെല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഓൾമോസ്റ്റ് ഫുള്ള് ബ്ലാസ്റ്റായി തീർന്നു. ഇനിയിപ്പോൾ അതിൻ്റെ അകത്തുള്ള ജനങ്ങളുടെ കാര്യം പോലും ആർക്കും അറിയത്തില്ല. ആരൊക്കെ എവിടെയാണ് കിടക്കുന്നതെന്ന് പോലും അറിയത്തില്ല. അപ്പോൾ കഴിവതും നാട്ടിലുള്ള ആൾക്കാർ ഇവരെ എല്ലാവരെയും വിളിക്കുക, എല്ലാവർക്കും ഈ അഡ്വൈസ് കൊടുക്കുക. അതായത് ഇപ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാനുള്ളത് നമ്മൾ എല്ലാവരും ദൈവത്തിനോട് പ്രാർത്ഥിക്കുക. ഏതാനും ഒരു 2 ദിവസമായിട്ട് എയർപോർട്ടെല്ലാം ക്ലോസ് ചെയ്തിരിക്കുകയാണ്. എയർപോർട്ടിലൊരു ആക്രമണം ഉണ്ടാകുമെന്ന് ഈ ഒരു ഇറാന്റെ ഭാഗത്തു നിന്നൊന്നും ഒരു മെസ്സേജ് പോലും വന്നിട്ടില്ല. അപ്പോൾ എയർപോർട്ടിലുള്ളവർ അവിടെ തന്നെ തമ്പടിക്കുക, തുടരുക, കഴിവതും യാത്ര ഒഴിവാക്കുക. ഒരുപാട് ജനങ്ങളുടെ ജോലി പോയിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും സാരമില്ല, നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവനാണ് വലുതെന്ന് പറഞ്ഞ് ജീവൻ മുറുകെ പിടിച്ച് നമ്മൾ പ്രാർത്ഥിക്കുക. അതാണിപ്പോൾ വേണ്ടത്.